ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആൻറ്റിയമ്മ മാനസയെ വിളിച്ച് ചീത്ത പറയുന്നുണ്ട്. നീ ഒരു അവസരം കിട്ടിയാൽ ഉറങ്ങിക്കൊണ്ടിരുന്നോ? ആ കൺമണിയാണെങ്കിൽ അവസരം ഉണ്ടാക്കിയെടുത്ത് സാഗറിൻ്റെ ഒക്കെ മനസ്സിൽ ഇടം നേടാൻ നോക്കുക. കൺമണിയാ സാഗറിനെ വന്ന് രക്ഷിച്ചത്. മാനസ ചോദിക്കും, അതിന് കൺമണി എങ്ങനെ ഇവിടെ വന്നു എന്ന്. ആൻറ്റിയമ്മ പറയും, അവൾക്ക് എവിടുന്നോ വിവരം കിട്ടി, അങ്ങനെ അവൾ അവിടെ വന്ന് സാഗറിനെ രക്ഷിച്ചു. നീ ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കാതെ ചുറ്റുമുള്ളവരുടെ മനസ്സിൽ ഇടം പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം. ഇപ്പം കൺമണിക്ക് എന്താണെങ്കിലും അനിയൻകുട്ടൻ്റെ മനസ്സിൽ നല്ലൊരു മതിപ്പുണ്ടായിരിക്കും. അലികയിൽ അവളുടെ സ്ഥാനം അങ്ങ് ഉയരുകയും ചെയ്യും. നീയാണെങ്കിൽ ഏത് സമയം പറഞ്ഞുകൊണ്ടിരിക്കും, എനിക്കൊരു ലക്ഷ്യമുണ്ട്, കൃഷ്ണനെ കെട്ടണമെന്ന്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് മാത്രം യാതൊരു കാര്യവും ഇല്ല. കൺമണിക്ക് ഇതിനെല്ലാം സാധിക്കുമെങ്കിൽ നിനക്കും സാധിക്കും. നീ പോയി എല്ലാവരുടെയും മനസ്സിൽ ഇടം നേടാൻ നോക്കുന്നു പറഞ്ഞ് ആൻറ്റിയമ്മ അങ്ങ് ഫോൺ വെക്കും. മാനസയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. കൺമണിയുടെ നെറ്റിയിലും കയ്യിലും ഒക്കെ ഡ്രസ്സ് ചെയ്യിച്ചിട്ട് കൃഷി അവളെയും കൂട്ടി വരുന്നുണ്ട്. കൺമണി പറയുന്നുണ്ട്, വേണ്ട സാർ, പിടിക്കണ്ട, ഞാൻ തന്നെ നടന്നോളാന്ന്. കൃഷി ചോദിക്കും, അതെന്താ കൺമണി, ഞാൻ നിന്നെ തൊടുന്ന പോലും നിനക്ക് ഇഷ്ടമല്ലേ? അച്ഛൻ പറഞ്ഞതൊക്കെ നീ ഇപ്പോഴും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയാണോ? ആൻറ്റിയമ്മയൊക്കെ ഓരോന്നും പറഞ്ഞു കൊടുത്തിട്ടാ അച്ഛൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല കൺമണി. കൺമണി പറയും, സാർ, ഇപ്പം നമ്മൾ സംസാരിക്കേണ്ടത് സാഗർ സാറിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചാണ്, ബാക്കിയൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. കൃഷി പറയും, അല്ല, ഇപ്പം തന്നെ നമ്മളിത് സംസാരിക്കണം. അച്ഛനിപ്പോൾ യാതൊരു കുഴപ്പമില്ല. നമ്മൾ രണ്ടുപേരും കൂടി അച്ഛനെ കാണാൻ ഇപ്പോൾ അവിടെ ചെന്ന അച്ഛൻ തന്നെയായിരിക്കും നമ്മളുടെ കൈകൾ ചേർത്ത് വെക്കാൻ പോകുന്നത്. കൺമണി ഒന്നും മിണ്ടാതിരിക്കുന്നതായിട്ട് കൃഷി ചോദിക്കുന്നുണ്ട്, നീ എന്താ കൺമണി ഒന്നും മിണ്ടാത്തേന്ന്. അവള് പറയും, ഇപ്പോഴാ ഞാനൊരു കാര്യം ഓർത്തത്. ആ ബാലഗോപാലും സുമിത്രയും ഇവിടെ വരുന്ന കാര്യം എന്നെ അറിയിച്ചത് ഭാഗ്യശ്രീയാ. ഭാഗ്യശ്രീയെ അവരെവിടെയോ കിട്ടിയിട്ടേക്കുക. ആ വിവരം ഞാൻ ദക്ഷയോട് പറഞ്ഞിരുന്നു. ദക്ഷ ഭാഗ്യശ്രീയെ രക്ഷിച്ചോ ഇല്ലയോ എന്നറിയില്ല. ഇത് കേൾക്കുമ്പോൾ കൃഷ്ണന് ദേഷ്യം വരുന്നത്. കൃഷി പറയും, ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട്, ഭാഗ്യശ്രീ ബലരാമൻ ഈ രണ്ടു പേരുടെ പേരുകൾ പറയണ്ട, അവർക്ക് നമ്മളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. കൺമണി പറയും, അയ്യോ അങ്ങനെ പറയരുത് സാർ, ഭാഗ്യശ്രീ കൃത്യസമയത്ത് എന്നെ കാര്യങ്ങൾ അറിയിച്ചത് കൊണ്ടാണ് ഇവിടെ വന്ന് എനിക്ക് സാഗർ സാറിനെ രക്ഷിക്കാൻ പറ്റിയത്. അവളെ പോലെ സ്നേഹമുള്ള ഒരാളെ ഈ കാലത്ത് കാണാൻ കഴിയില്ല. കൃഷി പറയും, അവളുടെ കാര്യമൊന്നും എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ച് മനസ്സിൽ സ്നേഹമുള്ള ഒറ്റ ഒരാളേ ഉള്ളൂ, അത് നീയാ കൺമണി. എന്തൊക്കെയാണേലും ആ ഭാഗ്യശ്രീ ബാലഗോപാലിന്റെ സുമിത്രയുടെ മകള് തന്നെയല്ലേ? അവളുടെ ഉള്ളിലും കാണും ഒരു ക്രിമിനൽ മൈൻഡ്. കൺമണി പറയും, എന്നാ ഞാനൊരു കാര്യം തിരികെ ചോദിക്കട്ടെ സാർ, സാർ എന്നോട് ദേഷ്യപ്പെടരുത്. സാഗർ സാറിൻ്റെ സുജാത മേഡത്തിൻ്റെ മകനല്ലേ ബലരാമൻ? ആ ഒരു ഗുണം ബലരാമനിലും അപ്പം കാണില്ലേ? ദേ കൺമണി, ഞാൻ നിന്നോട് പറഞ്ഞു, അവൻ ഞങ്ങളുടെ ആരുമല്ല. ഇനി നീ അതിനെക്കുറിച്ച് ഒരു വാക്കുപോലും പറയരുതെന്നും പറഞ്ഞ് ദേഷ്യത്തോടെ കൃഷി കസേരയിൽ പോയിരിക്കും. കൺമണി കൃഷിൻ്റെ അടുത്ത് ചെന്നിരുന്നിട്ട് സോറി പറയുന്നുണ്ട്. എന്നിട്ട് അവൻ്റെ ഫോണും ചോദിക്കും. കൃഷി ഫോൺ കൊടുക്കുമ്പം കൺമണി ദക്ഷയെ ഫോൺ ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് കൃഷി സാറിൻ്റെ ഫോണാണ്, എൻ്റെ ഫോൺ ചാർജ് തീർന്ന് ഓഫായിരിക്കുകയാണ്. ദക്ഷ കൺമണിയോട് ചോദിക്കും, മുറിവൊക്കെ ഡ്രസ്സ് ചെയ്തോ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന്. കൺമണി പറയും, ഇവിടെ വേറെ കുഴപ്പമൊന്നുമില്ല, ഭാഗ്യശ്രീയുടെ കാര്യം എന്തായെന്ന്. ദക്ഷ പറയും, ഭാഗ്യശ്രീയെ ഞങ്ങളെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്, ആള് സേഫാ. കൺമണിയുടെ ആരോഗ്യമൊക്കെ ശ്രദ്ധിക്കാൻ. അത് കേൾക്കുമ്പം കൺമണിക്കും ഒരു സമാധാനം തോന്നും. കൺമണി ദക്ഷയോട് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. ദക്ഷ പറയുന്നുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന്. പിന്നെ സംസാരിച്ച് വരുമ്പോൾ ദക്ഷ ചോദിക്കും, അല്ല കക്ഷി എങ്ങനെയെന്ന്. ഇതെല്ലാം കൃഷ്ണൻ കേൾക്കുന്നുണ്ട്. കൺമണിക്ക് ആദ്യം അങ്ങ് കാര്യം മനസ്സിലാവില്ല. എന്താന്ന് ചോദിക്കുമ്പോഴത്തേക്കും ദക്ഷ പറയും, അല്ല ഞാൻ കണ്ടിരുന്നു കൃഷ് സാറ് കൺമണിയെ ചേർത്ത് പിടിക്കുന്നത്, നിങ്ങൾ തമ്മിൽ സംതിങ്. കൺമണിയാണെങ്കിൽ മിണ്ടാതിരിക്കുമ്പോൾ കൃഷി ഒരു ചിരിയോടെയാണ് ഇരിക്കുന്നത്. ദക്ഷ പറയും, ആ ശരി ശരി, ഫോൺ വെച്ചോ, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്നും പറഞ്ഞ് കോളങ്ങ് കട്ട് ചെയ്യും. കൺമണി ഫോൺ തിരികെ കൃഷിന് കൊടുക്കുമ്പോൾ കൃഷി പറയുന്നുണ്ട്, ACP എന്തോ ചോദിക്കുന്ന കേട്ടല്ലോ, നമ്മൾ തമ്മിൽ എന്ത് ബന്ധമാണെന്നെങ്ങാണ്ട്. എന്താ കൺമണി ഇതിന് മറുപടി ഒന്നും പറയാത്തത്? അവളുടെ മനസ്സിലേക്ക് അന്നേരം വരുന്നത് സാഗർ പറഞ്ഞ കാര്യങ്ങളാണ്. കൺമണിക്ക് ആകെ സങ്കടം വന്ന് കണ്ണൊക്കെ നിറയും. കൃഷി അവളോട് പറയും, കൺമണി ഞാൻ പറഞ്ഞു, എന്തൊക്കെ വന്നാലും നീ ഇല്ലാത്ത ഒരു ജീവിതം എനിക്കുണ്ടാവില്ല, എനിക്ക് നിന്നെ വിട്ടുകളയാൻ പറ്റില്ല കൺമണി എന്നും പറഞ്ഞ് അവളെ ചേർത്ത് പിടിക്കും. ആ സമയമാണ് മാനസി അങ്ങോട്ട് വരുന്നത്. അവള് ദേഷ്യത്തോടെ കൃഷിന്ന് വിളിക്കും. അന്നേരം തന്നെ കൺമണി ചാടി എഴുന്നേക്കുന്നുണ്ട്. മാനസ കൃഷ്ണനോട് ചോദിക്കും, ഇവളിവിടെ വരുമെന്ന് കൃഷ്ണൻ അറിയായിരുന്നു, അതിനുവേണ്ടിയല്ലേ എന്നോട് പോയി കിടന്ന് ഉറങ്ങിക്കോളാൻ പറഞ്ഞത്? എന്നിട്ട് നിങ്ങൾ തന്നെ ഒരു നാടകം പോലെ കളിച്ച് അങ്കിളിനെ രക്ഷിക്കുന്ന പോലെ കാണിക്കുക, കൊള്ളാം, നന്നായിട്ടുണ്ട്. കൃഷി പറയും, അങ്ങനെയെങ്കിൽ അങ്ങനെ, സാഗരങ്ങൾ എന്ന് പറയുമ്പോൾ നിനക്ക് തേനൊലിക്കുമായിരുന്നല്ലോ, അങ്ങനെയുള്ള നീ എന്തിനാ ഞാൻ പോയി കിടക്കാൻ പറഞ്ഞപ്പം പോയി കിടക്കാൻ പോയത്? ഇവിടെ ഇരുന്ന് ഉറക്കം തൂങ്ങുന്ന കണ്ടല്ലേ നിന്നോട് പോയി കിടക്കാൻ പറഞ്ഞത്? അത്രയ്ക്ക് സ്നേഹമുള്ള നീ ആയിരുന്നെങ്കിൽ പോവരുതായിരുന്നു, ഇവിടെ തന്നെ ഇരിക്കണമായിരുന്നു. മാനസ പറയും, എന്താണെങ്കിലും ശരി, ഇപ്പം എൻ്റെ സംശയമെല്ലാം മാറി. കൺമണിയുടെ അടുത്ത് നിന്ന് പറയുന്നുണ്ട്, എന്തൊക്കെയായിരുന്നു നീ പറഞ്ഞത്? നീ ഇനി ഞങ്ങളുടെ ഇടയിൽ ഉണ്ടാവില്ല, ഞങ്ങൾ വേണം വിവാഹം കഴിക്കാൻ,
അതൊക്കെ എന്താടി നീ മറന്നുപോയോ? കൃഷി പറയും നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് വേണം പറയാൻ, അല്ലാതെ കൺമണിയോടല്ല. അവള് പറയും ഞാൻ പറയുന്നുണ്ട്, നേരെ ഒന്ന് വെളുത്തോട്ടെ, പറയേണ്ടവരോടെല്ലാം ഞാൻ പറയും. കൺമണിക്ക് എല്ലാം കൂടി കേട്ടിട്ട് സങ്കടമാവുന്നുണ്ട്. സാഗർ ആണെങ്കിൽ സുജാതയോട് ഫോണിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. സുജാത ആകെ ടെൻഷനിലാണ്. ഇപ്പം തന്നെ ഹോസ്പിറ്റലിൽ വരണമെന്ന് പറയുമ്പോൾ സാഗർ സമാധാനിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇപ്പം എനിക്ക് യാതൊരു കുഴപ്പമില്ല എന്ന് പറയും. സുജാത പറയുന്നുണ്ട് എനിക്കറിയാം സാഗർ വെറുതെ പറയാന്ന്. ആ സമയം അടുത്തൊരു നേഴ്സ് നിൽപ്പുണ്ടായിരുന്നു. സാഗർ പറയും ഞാൻ ദേ സിസ്റ്ററിൻ്റെ ഫോൺ കൊടുക്കാം, അപ്പം നിനക്ക് വിശ്വാസമാകുമല്ലോ എന്ന്. സിസ്റ്ററിൻ്റെ നേരെ ഫോൺ നീട്ടിയിട്ട് സാഗർ പറയും ക്ഷമിക്കണം എൻ്റെ ഭാര്യയാണ്, ഒന്ന് സംസാരിക്കാവോ എന്ന് ചോദിക്കും. അവർ ഫോൺ വാങ്ങിയിട്ട് പറയുന്നുണ്ട് മേഡം ഒന്നും കൊണ്ടും ടെൻഷൻ ആവണ്ട, സാർ ഇവിടെ സേഫാണ്, ഞങ്ങൾ പ്രത്യേക കെയർ കൊടുക്കുന്നുണ്ട്, മാത്രമല്ല പോലീസിൻ്റെ പ്രൊട്ടക്ഷനും ഉണ്ട്. സുജാത ചോദിക്കുന്നുണ്ട് ശരിക്കും അവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ ഇരുന്നാലും എൻ്റെ മനസ്സ് മുഴുവൻ അവിടെയാ. ആ സിസ്റ്റർ പറയും മേഡം ഇപ്പം ഇങ്ങോട്ട് വന്നിട്ടും കാര്യമില്ല, വിസിറ്റേഴ്സിനെയും ബൈസ്റ്റാൻഡേഴ്സിനെയും ഒന്നും അലോ ചെയ്യേണ്ടെന്നാ പോലീസിൻ്റെ ഓർഡർ. ശരിക്കും ഭാഗ്യം കൊണ്ടാ സാറ് രക്ഷപ്പെട്ടത്, തക്ക സമയത്ത് ആ കുട്ടി വന്നതുകൊണ്ട് നന്നായി. സുജാത ചോദിക്കും കുട്ടിയോ? ഏത് കുട്ടി? ആ സമയം തന്നെ സാഗർ സിസ്റ്ററിൻ്റെ നിന്ന് ഫോൺ തിരികെ വാങ്ങുന്നുണ്ട്. സുജുന്ന് സാഗർ വിളിക്കുമ്പോൾ സുജാത ചോദിക്കുന്നുണ്ട് ഏത് കുട്ടിയാ സാഗർ വന്ന് രക്ഷിച്ചത്? സിസ്റ്റർ അങ്ങനെ പറഞ്ഞല്ലോ. സാഗർ പറയും അത് കൺമണിയായിരുന്നു സുജു. സുജാത ചോദിക്കും കൺമണിയോ? കൺമണി എങ്ങനെയാ ആ സമയത്ത് അവിടെ വന്നത്? ആ സമയം നേഴ്സ് സാഗറിനോട് പറയുന്നുണ്ട് സാർ അധിക സമയം ഫോണിൽ സംസാരിക്കേണ്ടെന്ന്. സാഗർ സുജാതയോട് പറയും സുജു നമുക്ക് നേരിൽ കാണുമ്പം എല്ലാ കാര്യം വിശദമായിട്ട് സംസാരിക്കാന്ന്. എന്നാൽ ശരി സാഗർ, നാളെ രാവിലെ തന്നെ ഞാൻ അവിടെ എത്താമെന്നും പറഞ്ഞാണ് ഫോൺ കട്ട് ചെയ്യുന്നത്. പിറ്റേന്ന് പത്രത്തിലൊക്കെ സാഗറിനെ കൺമണി രക്ഷിച്ച വാർത്ത വന്നിട്ടുണ്ട്. ഗൂഗിളാണ് ആദ്യം പത്രം എടുത്ത് നോക്കുന്നത്. ഫ്രണ്ട് പേജിൽ തന്നെ ആ വാർത്ത കണ്ട് ഗൂഗിളിന് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ഗൂഗിൾ അതേ സന്തോഷത്തോടെ അമ്മേ അച്ചച്ച അപ്പച്ചിമാരെ ഇങ്ങോട്ട് വാന്നും പറഞ്ഞ് വിളിച്ചു കൂവുന്നുണ്ട്. ആദ്യം ധനലക്ഷ്മിയാണ് വരുന്നത്. ധനലക്ഷ്മിക്ക് നേരെ പത്രം നീട്ടുമ്പോൾ ധനലക്ഷ്മി ആ വാർത്ത വായിക്കും. അത് ധനലക്ഷ്മിക്ക് ഒരു ഞെട്ടലാണ്. ആ സമയം ശ്രീനിയും അപ്പച്ചിമാരും അങ്ങോട്ട് വരുന്നുണ്ട്. ഗൂഗിൾ അവരോട് കാര്യം പറയും, അവർക്ക് നല്ല ഉത്സാഹമാവും. ഗൂഗിളാണെങ്കിൽ വിശദമായി തന്നെ ആ വാർത്ത വായിച്ചു കൊടുക്കുന്നുണ്ട്. അലിഗയിലെ ചെയർമാനായ സാഗറിനെ ഡിസൈനറായ കൺമണി രക്ഷിച്ച കാര്യം. ധനലക്ഷ്മി ഒഴികെയുള്ളവർ സന്തോഷത്തോടെയാണ് ആ വാർത്ത കേട്ട് നിൽക്കുന്നത്. ഗൂഗിൾ ധനലക്ഷ്മിയോട് പറയുന്നുണ്ട് കണ്ടോ അപ്പ എന്ത് വലിയൊരു കാര്യം ചെയ്തേന്ന്, അപ്പയ്ക്ക് മാത്രമേ ഇതൊക്കെ സാധിക്കത്തുള്ളൂ. ആ സൈക്കോ വരുണിനെ ഇവിടെ ഇറക്കി വിട്ടതും അപ്പ തന്നെയല്ലേ, വേറെ ആർക്കും അതിന് സാധിച്ചില്ലല്ലോ. അപ്പ ഏറ്റുമുട്ടുന്നതേ കൊലപാതകികളോടും ഗുണ്ടകളോടും ഒക്കെയാ. ഇനി അപ്പയോട് എന്തേലും പറയുന്നതിന് മുമ്പ് 2 വട്ടം ആലോചിക്കണം. ധനലക്ഷ്മി പറയും ആ വാർത്ത ശരിക്കും ഒന്ന് നോക്കിക്കേ, അതെന്തെങ്കിലും പറ്റിക്കൽ വാർത്തയായിരിക്കും. അമ്മായിമാര് പറയും അപ്പം നിനക്ക് പേടിയായി തുടങ്ങിയല്ലേ? എന്തൊക്കെയായിരുന്നു നീ ഇന്നലെ കൺമണിയെ കുറിച്ച് പറഞ്ഞത്? കൺമണി ഇവിടെ ഉണ്ടായിരുന്നെങ്കിലേ നിന്നെ അവള് കാണിച്ചു തന്നേനെ. ധനലക്ഷ്മി ചോദിക്കും അതിന് ഇതിന് മാത്രം ശക്തി ഈ കൺമണിക്ക് എവിടുന്ന് കിട്ടാനാ? ശ്രീനി പറയും ഇത് സത്യത്തിന്റെ ശക്തിയാ, കൺമണിയുടെ അച്ഛനെന്ന നിലയ്ക്ക് ഇതിലും വലിയൊരു അംഗീകാരം എനിക്ക് വേറെ കിട്ടാനില്ല. അമ്മായിമാര് പറയുന്നുണ്ട് കൺമണി വരുമ്പോ നമുക്ക് നല്ലൊരു സ്വീകരണം തന്നെ അവർക്ക് കൊടുക്കണം. ഗൂഗിള് പറയും എന്റെ അപ്പച്ചിമാരെ അപ്പയ്ക്കിനി ഈ നാട് മുഴുവൻ സ്വീകരണമായിരിക്കും, അതിന്റെ ഇടയ്ക്ക് നമ്മളുടെ സ്വീകരണമൊക്കെ ഏറ്റുവാങ്ങാൻ അപ്പയ്ക്ക് സമയം കിട്ടുമോന്ന് അറിയില്ല. ഈ സമയം ധനലക്ഷ്മിയുടെ ഫോണിലേക്ക് ഒരു കോള് വരും. ആരാന്ന് ധനലക്ഷ്മിക്ക് മനസ്സിലാവില്ല. പത്രത്തിലെ വാർത്ത കണ്ട് വിളിക്കുന്നതാണ്. അതിനെക്കുറിച്ച് പറയുമ്പോൾ ധനലക്ഷ്മി പറയുന്നുണ്ട് അതെ എന്റെ നാത്തൂനാ, ഞാനല്ലേ അവക്കിതെല്ലാം പഠിപ്പിച്ചു കൊടുത്തത്, അവളെ എന്റെ ശിഷ്യയാ. എന്നാ ശരി കുറച്ച് തിരക്കിലാണ്, വെക്കട്ടെ എന്നും പറഞ്ഞ് ധനലക്ഷ്മി കോള് കട്ട് ചെയ്യും. ധനലക്ഷ്മി ഫോണിലൂടെ പറയുന്ന കേട്ട് അപ്പച്ചിമാർ അന്തം വിട്ടാ നിൽക്കുന്നത്. ശ്രീനി പറയുന്നുണ്ട് കണ്ടോ ലക്ഷ്മി, കൺമണി കാരണം നമുക്ക് എല്ലാവർക്കും നല്ലതാ വരുന്നത്. അതിനെ ധനലക്ഷ്മി അങ്ങ് പുച്ഛിച്ചു വിടും. എന്തൊക്കെയാണേലും കൺമണി അംഗീകരിക്കാൻ ധനലക്ഷ്മിക്ക് ആവുന്നില്ല. കൺമണി ഇപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെയാണ്. കൃഷി കസേരയിൽ ഇരുന്ന് ഉറങ്ങുന്നുണ്ട്. കൺമണിയുടെ അടുത്ത് വന്ന് 2 നേഴ്സുമാർ പറയുന്നുണ്ട് ന്യൂസ് ഞങ്ങൾ കണ്ടു കേട്ടോ, കൺഗ്രാറ്റ്സ് എന്നൊക്കെ. കൺമണി അതിനെ ഒന്ന് ചിരിച്ചു വിടും. ഉറങ്ങുന്ന കൃഷിന്റെ അടുത്ത് വന്ന് കൺമണി ഇരുന്ന് അവന്റെ കാലയിൽ കൈ വെക്കുന്നുണ്ട്. ഈ സമയമാണ് സുജാത അങ്ങോട്ട് വരുന്നത്. പെട്ടെന്ന് തന്നെ കൺമണി കൃഷിന്റെ അടുത്ത് നിന്ന് എഴുന്നേറ്റ് മാറുന്നുണ്ട്. കൺമണിയുടെ അടുത്ത് വന്ന് സുജാത താങ്ക് യു മോളെന്ന് പറയും. എന്നിട്ട് കൃഷിന്റെ അടുത്തേക്ക് ചെല്ലും. കൃഷി എന്ന് വിളിക്കുമ്പോൾ തന്നെ അവൻ എഴുന്നേക്കുന്നുണ്ട്. പുറകെ തന്നെ ആന്റിയമ്മ ഹേമ മാനസ എല്ലാം വരും. ആന്റിയമ്മ ചോദിക്കുന്നുണ്ട് മോനൂട്ട ഇന്നലെ എന്താ ഇവിടെ സംഭവിച്ചത്? കൃഷി പറയും ഇന്നലെ ഇവിടെ സംഭവിച്ചതെല്ലാം കൂടി ഒറ്റ ഒരു വാചകത്തിൽ പറയാം, കൺമണി അച്ഛന്റെ ജീവൻ രക്ഷിച്ചു. അത് കേൾക്കുമ്പം മാനസിക ഹേമയ്ക്കും തീരെ സന്തോഷാവത്തില്ല. ആന്റിയമ്മ പറയുന്നുണ്ട് എനിക്ക് അനിയൻകുട്ടനെ ഒന്ന് കാണണം. സുജാത പറയും എനിക്കും കാണണം. ഹേമ പറയും ഞങ്ങൾക്കും ഒന്ന് കാണണം. കൃഷി പറയും അയ്യോ എല്ലാവർക്കും കൂടി കയറി കാണാൻ പറ്റില്ല. ഹേമ പറയും എന്നാ പിന്നെ ചേച്ചിയമ്മയും സുജാതയും കൂടെ കയറി കാണട്ടെ. കൃഷി പറയും അമ്മ ഇങ്ങ് വാന്നും പറഞ്ഞ് അവരെയും കൂട്ടി ഐസിയുന്റെ ഉള്ളിലേക്ക് കയറും. മാനസ ഹേമയും കൂടി ദേഷ്യത്തോടെ കൺമണിയുടെ അടുത്ത് ചെല്ലും. ഹേമ പറയുന്നുണ്ട് നീ വലിയ സ്റ്റാർ ആയെന്നൊന്നും കരുതണ്ട, സാഗറിന്റെ ജീവൻ രക്ഷിച്ച് കുടുംബത്തിൽ കയറാനാണോ നിന്റെ വിചാരം? മാനസ ചോദിക്കും കഴിഞ്ഞ ദിവസം നീ എന്തൊക്കെയാടി പറഞ്ഞത്? നീ അലികയിലെ വെറും ഒരു സ്റ്റാഫ് മാത്രമാണ്. ക്രിസ് സാറ് മാനസ മേഡത്തിനുള്ളതാണ്, നിങ്ങളുടെ ഇടയിലേക്ക് ഞാൻ വരില്ല,
അതാണ് ഇതാണ് മറ്റേതാണ് മറിച്ചതാണ്. എനിക്കറിയായിരുന്നടി അന്നേരം രക്ഷപ്പെടാനുള്ള നിന്റെ വെറും നമ്പരായിരുന്നു അതെന്ന്. അങ്ങനെ കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കൃഷും ആന്റിയമ്മയും സുജാതയും കൂടി ഐസിയിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും കൺമണി മിക്കപ്പോഴും ഇവിടുന്ന് പോയിട്ടുണ്ടാവും. എന്താണേലും കൺമണിയോട് സാഗറിന് ഒരു ഇഷ്ടവും ഒക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ എന്ന് കരുതി കൃഷിന്റെ ഭാര്യയാക്കാനുള്ള തീരുമാനം സാഗർ ഒറ്റയടിക്ക് എടുക്കുമെന്ന് തോന്നുന്നില്ല. കൃഷ് ആണെങ്കിൽ ഇപ്പോഴും ബലരാമനും ഭാഗ്യശ്രീക്കും എതിരെ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, ബലരാമൻ അത്രത്തോളം തെറ്റുകൾ അവരോട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ബലരാമന് ഒരു രീതിയിൽ അംഗീകരിക്കാൻ പറ്റത്തില്ല എന്ന് ചിന്തിക്കാം. പക്ഷേ ഭാഗ്യശ്രീ കാരണമാണല്ലോ ഇപ്പൊ സാഗറിനെ രക്ഷിച്ചത്. അതെങ്കിലും കൃഷി മനസ്സിലാക്കി വേണം സംസാരിക്കാൻ. സുമിത്രയും ബാലഗോപാലും പറഞ്ഞിരുന്നത് ബലരാമൻ സാഗറിന്റെ മകനാന്ന് അറിയിച്ചിട്ടേ സാഗറിനെ കൊല്ലത്തുള്ളൂ എന്നാ. പക്ഷെ ആ കാര്യം അവർ തുറന്നു പറഞ്ഞിട്ടുമില്ല.